പിന്നെ ആര്? യോഗി ആദിത്യനാഥ് സന്ദേശം. എന്റെ വാസവൻ പുളകിതനാകുന്നത് ഞാൻ കണ്ടു. യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചു. ഞാൻ ഒരു നിമിഷം ഓർത്തു, വല്ല UDF സർക്കാർ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ വല്ല ദേവസ്വം ബോർഡിന്റെ ഒരു യോഗത്തിലായിരുന്നു യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചതെങ്കിൽ കേരളത്തിൽ എന്തായേനെ? പിന്നെ എന്തായേനെ? ഇതിപ്പോ അതല്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ആ യാത്രയിലാണ് പിണറായി വിജയൻ. യോഗി ആദിത്യനാഥ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരനാണിപ്പോൾ. ഇപ്പോൾ ഇദ്ദേഹം എന്നാണ് കാഷായ വസ്ത്രം ധരിക്കുന്നതെന്ന് മാത്രം വിചാരിച്ചാൽ ആ പോക്കാണ്. തത്വമസി എന്നൊക്കെ പിണറായി വിജയൻ പറഞ്ഞ കേട്ടിട്ട് ഞെട്ടിയിരിക്കുകയാണ് ഞാൻ. തത്വമസി, അത് നീയാകുന്നു എന്നൊക്കെ അദ്ദേഹം അവിടെ വിശദീകരിക്കുന്നത് കേട്ടിട്ട് നോക്കിയായിട്ടാണ് വായിച്ചതെങ്കിലും അദ്ദേഹം അത് പറഞ്ഞില്ലേ, നമ്മൾ ഞെട്ടിയിരിക്കുകയാണ്. ഇങ്ങനെ കാപട്യം കാണിക്കാൻ ഒരു മുഖ്യമന്ത്രിക്ക് കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് എന്നാണ് എനിക്ക് വിനയപൂർവ്വം പറയാനുള്ളത്.